പാമ്പൻ ദ്വീപിനെയും രാമേശ്വരത്തെയും ബന്ധിപ്പിക്കാൻ 531 കോടിയോളം ചെലവഴിച്ച് നിർമ്മിച്ച റെയിൽപാലത്തിന്റെ നിർമ്മാണത്തിൽ പിഴവെന്ന് റിപ്പോർട്ട്. പാലത്തിന്റെ ആസൂത്രണം മുതൽ പാളിച്ചകൾ ഉണ്ടായെന്നാണ് റെയിൽവേ സുരക്ഷാ കമ്മീഷണർ വ്യക്തമാക്കുന്നത്. CRS റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പാമ്പൻ പാലത്തിലെ കൂടുതൽ പരിശോധനകൾക്കായി റെയിൽവേ മന്ത്രാലയം 5 അംഗ സമിതി രൂപീകരിച്ചു. റെയിൽവേ ബോർഡിന്റെ പ്രിൻസിപ്പൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ RK ഗോയൽ സമിതിയുടെ അധ്യക്ഷനാകും. RVNL ഡയറക്ടർ, ഒരു സ്വതന്ത്ര സുരക്ഷാ വിദഗ്ധൻ എന്നിവരടങ്ങുന്നതാണ് 5 അംഗ സമിതി. പരിശോധനയിൽ പാലത്തിന്റെ ഡിസൈൻ നിലവാരമില്ലാത്തതാണെന്നും വെൽഡിംഗ് അശാസ്ത്രീയമായ രീതിയിലാണെന്നും കണ്ടെത്തി. സമ്മർദ്ദം വഹിക്കാനുള്ള പാലത്തിന്റെ ശേഷി 36% കുറവായിരിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പാമ്പൻ പാലം ഒരു എഞ്ചിനീയറിംഗ് വിസ്മയമാണെങ്കിലും പാലത്തിന്റെ നിർമ്മാണം ആസൂത്രണം ചെയ്യുന്നതിൽ നിരവധി വീഴ്ചകൾ ഉണ്ടായെന്നാണ് നവംബർ 26-ന് ദക്ഷിണ റെയിൽവേക്ക് അയച്ച കത്തിൽ റെയിൽവേ സുരക്ഷാ കമ്മീഷണർ AM ചൗധരി ചൂണ്ടിക്കാട്ടിയത്. നവംബർ 13, 14 തീയതികളിലായിരുന്നു CRS സുരക്ഷാ പരിശോധന. റെയിൽവേ സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ നിലവാരമില്ലാത്ത കോഡുകൾ ഉപയോഗിച്ചാണ് ലിഫ്റ്റ് സ്പാൻ ഗർഡർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നാണ് വിമർശനം.